ഇന്ന് ഞാൻ വന്നേക്കുന്നത് കേരളത്തിലെ വളരെ പഴക്കമുള്ള വളരെ പ്രശസ്തമായ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലേക്കാണ്. ഏതാണ്ട് ദ്വാപരയുഗത്തോളം നീളുന്ന ഐതിഹ്യം ഈ ക്ഷേത്രത്തിനുണ്ട്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലാണ് ഈ അമ്പലമുള്ളത്. പണ്ടത്തെ കൊച്ചിയുടെ തലസ്ഥാനമായിരുന്നു തൃപ്പൂണിത്തറ. കേരളത്തിലെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത്. പഴയ കൊച്ചി രാജ്യത്തിലെ 8 രാജകീയ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ് ഈ ക്ഷേത്രം. കേരളത്തിലെ കുറേയധികം ക്ഷേത്രങ്ങളെല്ലാം പരശുരാമനുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. വളരെ കുറച്ച് ക്ഷേത്രപ്രതിഷ്ഠകളാണ് അർജുനൻ ചെയ്തു എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ക്ഷേത്രമാണിത്. ഇവിടത്തെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് അർജുനനും ശ്രീകൃഷ്ണനും കൂടിയിട്ടാണെന്നാണ് വിശ്വാസം. ഭാഗവതത്തിലെ പ്രസിദ്ധമായ സന്താനഗോപാല കഥയുമായി ബന്ധമുള്ളതാണ് ഈ ക്ഷേത്രത്തിലെ ഐതിഹ്യകഥ. ഒരു ബ്രാഹ്മണൻ്റെ 10 കുട്ടികൾക്ക് പുനർജന്മം നൽകാനായിട്ട് ഭഗവാന്റെ സഹായം തേടിയപ്പോൾ വിഷ്ണു പൂർണ്ണത്രയീശ വിഗ്രഹം അർജുനന് കൊടുത്തു എന്നാണ് ഐതിഹ്യം. അനന്തപീഠത്തിന് മുകളിൽ ലക്ഷ്മി ദേവിയോടും ഭൂമിദേവിയോടും കൂടെ ഇരിക്കുന്ന മഹാവിഷ്ണു പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഒരു വർഷത്തിൽ 4 ഉത്സവങ്ങളാണ് ഇവിടെ. ചിങ്ങത്തിൽ മൂശാരി ഉത്സവം 8 ദിവസം, തുലാത്തിൽ ക്ഷേത്രം കത്തി നശിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലായിട്ട് ഒരു ഉത്സവം. 1920 ഒരു വലിയ തീപിടുത്തം ഉണ്ടായിത്ര ഇവിടെ. ഇത് യഥാർത്ഥ ക്ഷേത്രത്തിൻ്റെ ഘടനയൊക്കെ ഭൂരിഭാഗം നശിപ്പിച്ചു. പിന്നീട് അത് പുനർനിർമ്മിച്ചതാണ് ഇപ്പോൾ കാണുന്ന ക്ഷേത്രം. വൃശ്ചിക മാസത്തിൽ നടക്കുന്ന ഉത്സവമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ഇവിടെ. കുംഭമാസത്തിൽ ഉത്രനാളിൽ നടക്കുന്ന പിറന്നാൾ മഹോത്സവം ഉണ്ട്. പണ്ട് ക്ഷേത്രത്തിലേക്ക് പഞ്ചലോക വിഗ്രഹം നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ വിഗ്രഹ നിർമ്മാണത്തിൽ കേമനായിരുന്ന മൂശാരിയെയാണ് അത് ഏൽപ്പിച്ചിരുന്നത്. എത്ര ശ്രമിച്ചിട്ടും വിഗ്രഹം രൂപപ്പെടുത്താൻ സാധിക്കാതെ വന്നു അദ്ദേഹത്തിന്. വളരെ വിഷമിച്ച അദ്ദേഹം മൂശയ്ക്ക് സമീപം ഇരുന്ന് കരയാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ മൂശാരി അപ്രത്യക്ഷനായി ഈ വിഗ്രഹത്തിൽ ലയിച്ചു എന്നാണ് വിശ്വാസം. പൂർണ്ണത്രയീശൻ്റെ അച്ഛന് ജീവൻ നൽകാൻ ശില്പി തന്നെ ദൈവവുമായി ലയിച്ചു എന്ന വിശ്വാസത്തിലാണ് ആ ഒരു ഉത്സവം നടക്കുന്നത്, മൂശാരി ഉത്സവം. ഇതിപ്പോഴും ശ്രീകോവിലിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത്രേ. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യയൊക്കെ കാണണമെങ്കിൽ ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോകണം നമ്മൾ. 1920 ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. ഇത് പണ്ടുണ്ടായിരുന്ന അമ്പലത്തിൻ്റെ പല ഭാഗങ്ങളും നശിപ്പിച്ച് കളഞ്ഞിരുന്നു. പ്രത്യേകിച്ച് തടിയിൽ നിർമ്മിച്ച ശ്രീകോവിൽ. ഇപ്പോൾ ഉള്ളിൽ ശ്രീകോവിലിൻ്റെ വശങ്ങളിലെ ഭിത്തികളിൽ ദേവന്മാരുടെയും ദേവതകളുടെയും പ്രതിമകൾ പതിച്ച വലിയ പിച്ചള ഷീറ്റ് കൊണ്ട് അലങ്കരിച്ചേക്കാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ അമ്പലത്തിൽ തൊഴാൻ വന്ന ദിവസം ഇവിടെ ആക്ടറും ഇപ്പോൾ പൊളിറ്റീഷ്യനും കൂടിയായ നമ്മൾ കുറേയധികം സിനിമകളിലൂടെ കണ്ട ദേവനുണ്ടായിരുന്നു. ഞാൻ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ അമ്പലത്തിലെ ഏതോ ഒരാൾ വന്ന് പറഞ്ഞു, ഇന്നൊരു അന്നദാനം ഉണ്ട്, അപ്പോൾ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കഴിക്കണ്ടേന്ന് ടൈമൊക്കെ നോക്കിയപ്പോൾ സമയമായിട്ടില്ല. അപ്പോൾ പിന്നെ ഫ്രണ്ടിലൊക്കെ പോയി പിന്നെ തോന്നി കഴിക്കാം. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോൾ എൻ്റെ റിലേറ്റീവ് അവിടെ. അപ്പോൾ പെട്ടെന്ന് കണ്ടതാണ്, തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ
വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പോയി കഴിച്ചു. അപ്പോൾ ശരിക്കും ഈ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം അന്നദാനം ഇല്ല. അപ്പോൾ ഇന്ന് എന്തോ പ്രത്യേകതയാണ്. അപ്പോൾ ദേവനൊക്കെ ഉണ്ടായിരുന്നു അന്നദാനം കഴിക്കണോടത്ത് ഊട്ടുപുരയിൽ. അപ്പോൾ അവരുടെ വകയായിരിക്കാം ഇന്നത്തെ അന്നദാനവും അന്നത്തെ പൂജയൊക്കെ. ഉള്ളിൽ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ കയറി തൊഴുമ്പോഴും അവരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം ഞാൻ ആദ്യമായിട്ട് ചെന്നതാണ് തൊഴാൻ. അന്ന് തന്നെ അവിടെ നിന്ന് അന്നദാനമൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്. എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ അന്നദാനം ഉണ്ട് അത്രേ. അന്ന് നല്ല തിരക്കുണ്ടാവുമെന്ന്. പഴമയുടെ പെരുമയോടെ ഇപ്പോഴും നിലകൊള്ളുന്ന ഈ ഒരു പ്രശസ്തമായ അമ്പലത്തിലെ ഐതിഹ്യ കഥകൾ ഇനിയും കുറേ ഉണ്ട്. ഞാനിതിൽ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ് കേട്ടോ.